So next we can see the B tree deletion. Deleting a node from a B tree. We have to ensure that the nodes have minimum number of keys in deletion. ഇപ്പോൾ ഡിലീഷൻ എന്ന് പറയുമ്പോൾ ഇൻസെർഷൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിലീഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കീസിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഓരോ നോഡിനകത്തും മിനിമം നമ്പർ ഓഫ് കീസ്. ഇപ്പോൾ ടി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻസെർഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് മാക്സിമം നമ്പർ ഓഫ് കീസിനേലും കൂടരുതെന്നായിരുന്നു. ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, മിനിമം നമ്പർ ഓഫ് കീസിനേലും. ഇതിൽ മിനിമം നമ്പർ ഓഫ് കീസ് പറയുന്നത് ഡിഗ്രി 3 ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് കീസ് പറയുന്നത് ഫോർ എക്സാമ്പിൾ T-1. 3 - 1 = 2 ആണ്. അപ്പോൾ മിനിമം T-1 കുറയരുതെന്ന് നോക്കണം. ഇപ്പോൾ ഡിഗ്രി 3 ഒരു ട്രീയുടെ ആണെങ്കിൽ 2 കീസിനേലും കുറയരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം. ഇൻസെർഷൻ നമുക്ക് ലീഫ് നോഡിൽ മാത്രം നടത്തിയാൽ മതി എന്നാണ് എടുത്തിരുന്നത്. ഡിലീഷൻ എന്ന് പറയുമ്പോൾ കീ എവിടെ വേണമെങ്കിലും ആവാം. ലീഫ് നോഡിലാണെങ്കിൽ ലീഫ് നോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കീ ഇന്റേണൽ നോഡിലാണെങ്കിൽ ഇന്റേണൽ നോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്കൊരു കേസ് വരുന്നത് ലീഫ് നോഡിലാണ് കീ ആണെങ്കിൽ എങ്ങനെയാണ് ഡിലീഷൻ എന്നാണ് നോക്കേണ്ടത്. എന്തൊക്കെ കേസ് വരാം. ഒരു ബി ട്രീയുടെ ലീഫ് നോഡിലാണ് കീ എന്ന് വിചാരിക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്കിവിടെ ലീഫ് നോഡ് ഉണ്ട്, ദെൻ ഇന്റേണൽ നോഡ്സ് ഉണ്ട്. ഇത് ഇന്റേണൽ നോഡ്. ഇതിനാണ് ഇന്റേണൽ നോഡ് എന്ന് പറയുന്നത് അകത്ത് വരുന്ന നോഡ്സ്, ഇന്റേണൽ നോഡ്സ്. ദെൻ ഇത് ലീഫ് നോഡ്. ഓക്കെ, ലീഫ് നോഡിലാണ് കീ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിനിമത്തിനേലും കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, ഇത് 3 ആണ് ഡിഗ്രി ഉണ്ടെങ്കിൽ മിനിമം കീസ് എത്രയാണ്, 2 ആണ്. ഈ പ്രോബ്ലത്തിൽ മിനിമം കീസ് 2 ആണ്. ഇപ്പോൾ മിനിമത്തിനേലും കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ എഫിനെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, സിമ്പിൾ കേസാണ്. മിനിമം എന്നാലും മിനിമം നമ്പർ ഓഫ് കീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡി. പക്ഷെ ഇവിടെ ബീനെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് സംഭവിക്കും, ബീനെ ഡിലീറ്റ് ചെയ്താൽ 1 പറ്റില്ല. റൂട്ടിന് മാത്രമാണ് 1 അലൗഡ് ആയിട്ടുള്ളൂ മിനിമം നമ്പർ ഓഫ് കീസ്. വേറെ എല്ലാ നോഡിന്റെയും മിനിമം നമ്പർ ഓഫ് കീസ് പറയുന്നത് T-1 ആണ്, ഡിഗ്രി -1, ഇപ്പൊ 2 ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരാം. അപ്പൊ അങ്ങനെ 2 കേസാണ് ലീഫ് നോഡിന് വരുന്നത്. ഇപ്പൊ 2 കേസ് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം നമുക്കിവിടെ. ലീഫ് നോഡ് ആണെങ്കിൽ ദ ലീഫ് നോഡ് കണ്ടെയ്ൻസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ദ കീ. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലീഫ് നോഡ് കണ്ടെയ്ൻസ് മിനിമം നമ്പർ ഓഫ് കീസ് ആണുള്ളൂ ലീഫ് നോഡിന്. അതായത് ഒരു ലീഫ് നോഡിന് മിനിമം നമ്പർ ഓഫ് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കീ ആണ് ഇവിടെ മിനിമം എന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത പ്രശ്നം. അപ്പൊ ലീഫ് നോഡ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഡിലീഷന്റെ കേസ് വരുമ്പോൾ ലീഫ് നോഡ് എന്ന് പറയുമ്പോൾ അതിന് ചൈൽഡ് ഇല്ല, ചൈൽഡ് നോഡ്സ് ഉണ്ടാവില്ല. ലീഫ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇല്ലല്ലോ, പക്ഷെ അതിന് സിബ്ലിങ്സ് ഉണ്ടാവാം. സിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ളവർ, സിബ്ലിംഗും ഉണ്ട് പാരന്റും ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിലീറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോകുന്നു മനസ്സിലായി കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, അത് അതിന്റെ ലെഫ്റ്റ് ചൈൽഡിനോട് ചോദിക്കും. ലെഫ്റ്റ് ചൈൽഡിന് തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഈ ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിന് തരാൻ പറ്റില്ലെങ്കിൽ ആരോട് ചോദിക്കും, റൈറ്റ് ചൈൽഡിനോട് തരാൻ പറ്റുമെന്ന് ചോദിക്കും. റൈറ്റ് ചൈൽഡിന് ഉണ്ടെങ്കിൽ റൈറ്റ് ചൈൽഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കൊടുക്കാൻ പറ്റും. മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ റൈറ്റ് ചൈൽഡിന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിന് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതാണ് ആ കേസാണ് വരുന്നത്. ഇപ്പൊ ബോറോ ഫ്രം ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സിബ്ലിംഗ്, ചൈൽഡ് അല്ല സോറി, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സിബ്ലിംഗ്. ലീഫ് നോഡിൽ ചൈൽഡ് ഉണ്ടാവില്ല, അപ്പൊ സിബ്ലിങ്ങിനോടാണ് ചോദിക്കുക. ഇപ്പൊ നമുക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുട്ടികളൊന്നും ഇല്ല, അപ്പൊ നമ്മൾ ആരോട് ചോദിക്കും, കുട്ടികളോട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ലീഫ് നോഡാണ് നമുക്ക് ലീഫ് നോഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ആരോട് ചോദിക്കും, നമ്മുടെ ബ്രദേഴ്സിനോടോ സിസ്റ്റേഴ്സിനോടോ സിബ്ലിങ്സിനോട് ചോദിക്കും. അപ്പൊ ലെഫ്റ്റ് സിബ്ലിങ്ങിനോട് ആദ്യം ചോദിച്ചു, ആളുടെ ഉണ്ടെങ്കിൽ ആൾ കൊടുക്കും. ഈ ലെഫ്റ്റ് സിബ്ലിംഗ് ഇല്ല എന്ന് വെക്കുക, സിബ്ലിങ്ങിന്റെ അല്ലെങ്കിൽ സോ ഇതാണ് ഇതിന്റെ കേസസ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് ബോറോ ഫ്രം ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സിബ്ലിംഗ് ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ്. ഓക്കെ, ദ കീ വുഡ് ബി ബോറോഡ് ത്രൂ ദ പാരന്റ് നോഡ്. Maximum value from the left sibling will go to the parent and the parent key will go to the deleted keys position. അങ്ങനെയാണ് ചെയ്യുന്നത്. ത്രൂ പാരന്റ് ആണ് ചെയ്യുക. ദെൻ ഇനി റൈറ്റ് സിബ്ലിംഗ് ആണെങ്കിലോ, ഈ ലെഫ്റ്റ് സിബ്ലിങ്ങിന് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സിബ്ലിംഗിൽ നിന്ന് ബോറോ ചെയ്യും. റൈറ്റ് സിബ്ലിംഗ് എന്ത് ചെയ്യും, മിനിമം വാല്യൂ ഫ്രം ദ റൈറ്റ് സിബ്ലിംഗ് വിൽ ഗോ ടു ദ പാരന്റ് കീ ആൻഡ് പാരന്റ് കീ വിൽ മൂവ് ടു ദ ഡിലീറ്റഡ് കീസ് പൊസിഷൻ. ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് നോക്കിയാൽ, നൈദർ ലെഫ്റ്റ് സിബ്ലിംഗ് നോർ റൈറ്റ് സിബ്ലിംഗ് ഹാവ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ്. രണ്ടുപേർക്കും കൊടുക്കാനില്ല, ലെഫ്റ്റ് സിബ്ലിങ്ങിന് ഇല്ല, റൈറ്റ് സിബ്ലിങ്ങിനും ഇല്ല. അപ്പോൾ ഇതിന്റെ കീ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം, മെർജ് ദ നോഡ്
either with left sibling or right sibling plus parent key also gets merged. രണ്ടുപേർക്കും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന എന്താണ്, മെർജിങ് ആണ് ചെയ്യുക. ലെഫ്റ്റ് സിബ്ലിങ്ങിനെയും റൈറ്റ് സിബ്ലിങ്ങിനെയും പാരന്റിനും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എൽ എന്ന് പറഞ്ഞൊരു കീ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. എൽ എന്ന് പറഞ്ഞ കീ ഇവിടെ വേറെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് എൽ എന്ന് പറഞ്ഞ കീ ഡിലീറ്റ് ചെയ്യണം, ലീഫ് നോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കും. ലെഫ്റ്റ് സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള സിബ്ലിംഗ്, ഇമീഡിയറ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കും. അതിന് മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളൂ. അതിൻ്റെ നിന്ന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു കീ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പോസിബിൾ അല്ല, മിനിമം 2 എങ്കിലും വേണം. ഇനി അത് പറ്റില്ല എന്നാണ് റൈറ്റിനോട് ചോദിച്ചു. റൈറ്റിന് എന്താണ് പ്രശ്നം? റൈറ്റിനും 2 മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളൂ, അതായത് 2 കീസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ റൈറ്റിനും കൊടുക്കാൻ പറ്റില്ല, ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്ത് ചെയ്യണം, ഇതിലെ പ്രോസസ്സ് നോക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സ്. മെർജ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? neither left sibling nor right sibling have more than minimum number of keys. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? merge the node either with the left sibling or right sibling plus parent key also gets merged. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഇതിന് ലെഫ്റ്റ് സിബ്ലിങ്ങിൻ്റെ ഒപ്പം മെർജ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് സിബ്ലിങ്ങിൻ്റെ ഒപ്പം മെർജ് ചെയ്യുക. പാരന്റിനെയും അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നോർമലി ലെഫ്റ്റ് സിബ്ലിങ്ങിൻ്റെ ഒപ്പമാണ് എപ്പോഴും മെർജ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സിബ്ലിങ്ങിൻ്റെ ഒപ്പം മെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിനെയും ഇതിൻ്റെ ഒപ്പം കൂട്ടണം. പാരന്റ് ഇതിൻ്റെ ആരാണ്? ഈ നോഡിൻ്റെ ലെഫ്റ്റ് സിബ്ലിംഗ് ഇതുമായിട്ടാണ് മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി ആണ് പാരന്റ് കീ ആയിട്ട് വരുന്നത്. ഇപ്പൊ DEGJK എന്ന് പറഞ്ഞിട്ട് ഒരു മെർജ്ഡ് ആയിട്ടൊരു ഇതായിട്ട് ഇതിനെ മെർജ് ചെയ്തിട്ടുള്ളൊരു നോഡ് വരും. എന്നിട്ട് അതിൽ നിന്ന് എല്ലിനെ അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ്, അങ്ങനെ ലെഫ്റ്റ് ആയിട്ട്. ഇനി വേണമെങ്കിൽ ഇതിന് പകരം റൈറ്റ് ആയിട്ട് വേണമെങ്കിൽ മെർജ് ചെയ്യാം. അങ്ങനെ മെർജ് ചെയ്യാം. രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് ലെഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടോ മെർജിങ് ചെയ്യും. അതാണ് ഇതിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് നോഡുകളുടെയാണ് നമ്മൾ പറഞ്ഞത്. ഡിലീറ്റ് ചെയ്യേണ്ട കീ ലീഫ് നോഡിലാവണ കേസാണ് പറഞ്ഞത്. ലീഫ് നോഡിലാണെങ്കിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിലീറ്റ് ചെയ്യേണ്ട കീ ലീഫ് നോഡിലാണെങ്കിൽ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ്. അങ്ങനെയാണെങ്കിൽ മിനിമത്തിനേലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡിലീഷൻ നടത്തിയാൽ മതി. ഓക്കെ, ഈ ലെസ് ദാൻ കണ്ടെയ്ൻസ് മിനിമം നമ്പർ ഓഫ് കീ, ലെസ് ദാൻ അല്ല മിനിമം നമ്പർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. ലീഫിനാകുമ്പോൾ ചൈൽഡ് ഇല്ല, സിബ്ലിംഗ് ഉള്ളൂ. അപ്പോൾ സിബ്ലിംഗിൽ നിന്ന് കടം ചോദിക്കുക, ബോറോ ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് ആദ്യം ചോദിച്ചു നോക്കുക, ലെഫ്റ്റിനോട് ചോദിക്കാം. അപ്പോൾ ലെഫ്റ്റിൽ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ത്രൂ പാരന്റ് ആണ് കൊടുക്കുക. ലെഫ്റ്റ് പാരന്റിന് കൊടുക്കും, പാരന്റിന് ഇങ്ങനെ ഈ നോഡിന് കൊടുക്കും. ഇനി ലെഫ്റ്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ, ലെഫ്റ്റിന് മിനിമം നമ്പർ ഉള്ളതെന്നുണ്ടെങ്കിൽ റൈറ്റിനോട് ചോദിക്കും. റൈറ്റും അതുപോലെ തന്നെ ത്രൂ പാരന്റ് കൊടുത്തിട്ട് പാരന്റ് കീനെ ഡിലീറ്റഡ് നോഡിന് കൊടുക്കും, ഡിലീറ്റഡ് കീക്ക് കൊടുക്കും. ഓക്കെ, രണ്ടുപേർക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലെഫ്റ്റിനും കൊടുക്കാൻ പറ്റില്ല, റൈറ്റിനും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ചൈൽഡ് ആയിട്ടോ റൈറ്റ് ചൈൽഡ് ആയിട്ടോ മെർജ് ചെയ്യുക, ഒരുമിച്ച് ചേരാം. ഇപ്പൊ ലെഫ്റ്റ് ആയിട്ട് മെർജ് ചെയ്യാൻ എന്താണ് മോസ്റ്റ്ലി ചെയ്യാറ്? ഇപ്പൊ ലെഫ്റ്റ് ആയിട്ട് മെർജ് ചെയ്യുമ്പോൾ പാരന്റ് കീയും കൂടി അതിനകത്ത് മെർജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിന് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ നോഡ് ആണെങ്കിൽ. ഓക്കെ, ഇന്റേണൽ നോഡ് ആണെങ്കിൽ ഇന്റേണൽ നോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കീ എന്ന് പറയുന്നത് ലീഫിലല്ല. ഓക്കെ, ലീഫിലല്ല, അതൊരു ഇന്റേണൽ നോഡിലാണ്. ഇന്റേണൽ നോഡ് എന്ന് പറയുമ്പോൾ ഉള്ളിലത്തുള്ള ഒരു നോഡാണ്. അപ്പൊ അതിന്റെ ആകുമ്പോൾ അതിന്റെ കേസുകളാണ് എടുക്കേണ്ടത്. ഓക്കെ, ലീഫിന്റെ ഡിഫറെന്റ് അപ്രോച്ചാണ് ഇന്റേണൽ നോഡിന് എടുക്കേണ്ടത്. ഇന്റേണൽ നോഡിൽ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ അതിന് ചൈൽഡ് നോഡ്സ് ഒക്കെയുള്ള നോഡാണ് ഇന്റേണൽ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ഇന്റേണൽ നോഡിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ജി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം അതിന് മുമ്പ് ആദ്യം തന്നെ എന്ത് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് ചൈൽഡ്, ഇതിന് മുമ്പ് ചൈൽഡുകളാണ്, സിബ്ലിങ്ങിനെ അല്ല നമ്മൾ ചൈൽഡ്. ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും നോക്കാം. ലെഫ്റ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡിനും, ഇപ്പൊ ലെഫ്റ്റ് ചൈൽഡിനെ ആദ്യം നോക്കി, ലെഫ്റ്റിനെയാണ് എപ്പോഴും ആദ്യം നോക്കാം. മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ അതിലെ മാക്സിമം വാല്യൂവിനെ ഡിലീറ്റ് ചെയ്ത കീയുടെ പൊസിഷനിലേക്ക് വരും. അതായത് എഫിനെ ഇങ്ങോട്ട് വെച്ചു, ഡിക്ക് വരെ എഫിനെ വെച്ചു, ഇവിടെ ഡി ആയിരിക്കും, ഇവിടെ എഫ് ആയിരിക്കും. ഓക്കെ, അത്രയ്ക്കും. ഇനി ലെഫ്റ്റിന് 2 എണ്ണം ഉള്ളതെന്ന് വിചാരിക്കും, ലെഫ്റ്റിനൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് അതിന്റെ ആദ്യത്തെ വാല്യൂവിനെ എടുത്ത് ഇവിടേക്ക് കൊടുക്കാം, ഡിലീറ്റ് ചെയ്ത പൊസിഷനിലേക്ക് കൊടുക്കാം, ലെഫ്റ്റിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് 2 ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് ഇൻ ഓർഡർ പ്രിഡിസസർ എന്നാണ് പറയാം, മുമ്പ് വരുന്ന ചൈൽഡിന്, ലെഫ്റ്റ് ചൈൽഡിനെ. റൈറ്റ് ചൈൽഡിനെ പറയുന്നത് ഇൻ ഓർഡർ സക്സസർ എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് പിന്നെ വരുന്നത്.
ഇപ്പൊ ഇവിടുത്തെ ഓപ്ഷനുകൾ നോക്കാം. ഇന്റേണൽ നോഡ് ആദ്യം എന്ത് ചെയ്യണം? ഇന്റേണൽ നോഡ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇൻ ഓർഡർ, അതിന് മിനിമാണോ അങ്ങനെയൊന്നും ചെക്ക് ചെയ്യലില്ല. ഇൻ ഓർഡർ പ്രൊഡ്യൂസറിനെ ആദ്യം നോക്കുക, അതായത് അതിന്റെ ലെഫ്റ്റ് ചൈൽഡിനെ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇപ്പൊ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീപ്ലേസ് വിത്ത് ഇൻ ഓർഡർ പ്രൊഡ്യൂസർ. ഇനി പ്രൊഡ്യൂസറിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് സക്സസറിനോട് ചോദിക്കും. സക്സസറിന് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ അതിലെ മിനിമം ആദ്യം വരുന്ന വാല്യൂ വെച്ചിട്ട് ഈ ഡിലീറ്റഡ് കീനെ റീപ്ലേസ് ചെയ്യും. ഈ രണ്ടുപേർക്കും ഇല്ല, ഇൻ ഓർഡർ പ്രൊഡ്യൂസർ ആൻഡ് ഇൻ ഓർഡർ സക്സസർ കണ്ടെയ്ൻസ് മിനിമം നമ്പർ ഓഫ് കീസ്. അവർക്ക് രണ്ടുപേർക്കും മിനിമം കീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ അങ്ങനത്തെ കേസിൽ എപ്പോഴും മെർജിങ് ആണ് വരും. മെർജ് ഇൻ ഓർഡർ പ്രൊഡ്യൂസർ കീ ആൻഡ് ഇൻ ഓർഡർ സക്സസർ, മൂന്ന് പേരും കൂടി മെർജ് ചെയ്യാം. ഈ കീനെയും ഡിലീറ്റ് ചെയ്യാൻ പോണ കീനെയും അതിന്റെ പ്രൊഡ്യൂസറിനെയും സക്സസറിനെയൊക്കെ കൂടി മെർജ് ചെയ്യാം. ഓക്കെ, ഇവർക്ക് മിനിമം നമ്പർ ഓഫ് കേസിലും കുറവാണെങ്കിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ ഞാൻ ജീനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ജീനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇന്റേണൽ നോഡാണ് ആദ്യം. എന്ത് നോഡാണെന്ന് ചെക്ക് ചെയ്യണം. ലീഫ് ആണെങ്കിൽ വേറെ കേസുകളാണ്, ഇന്റേണൽ ആണെങ്കിൽ വേറെ കേസാണ്. ലീഫ് ഇത് ഇന്റേണൽ ആണെന്ന് മനസ്സിലായി. ഇന്റേണൽ ആണെന്ന് മനസ്സിലാവുമ്പോൾ അതിന്റെ ഇൻ ഓർഡർ പ്രൊഡ്യൂസറിനെ ചെക്ക് ചെയ്യാം. ഇൻ ഓർഡർ പ്രൊഡ്യൂസർ മീൻസ് ലെഫ്റ്റ് ചൈൽഡിലാണ് ഇൻ ഓർഡർ പ്രൊഡ്യൂസർ, അതിലെ മാക്സിമം വാല്യൂ. ഇതിനെ നോക്കുമ്പോൾ ഇതിന് മിനിമം 2 എണ്ണം ഉള്ളൂ. ഇതിന് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന് 1 മാറും. ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? സക്സസറിനെ കഴിഞ്ഞു വരുന്നതിനെ ചെക്ക് ചെയ്തു, റൈറ്റ് ചൈൽഡിനെ ചെക്ക് ചെയ്തു, അതിന് 2 എണ്ണം. അപ്പൊ എന്ത് ചെയ്യണം? അതിനും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവരെ 3 പേരെയും കൂടി ഈ കീനെയും പ്രൊഡ്യൂസറിനെയും സക്സസറിനെയും എല്ലാം ഒരുമിച്ച് മെർജ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരുമിച്ച് മെർജ് ചെയ്യുമ്പോൾ എന്ത്? ഇവിടുന്ന് മെർജ് ചെയ്തിട്ട് ഈ ജീനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ജീനെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെയാണ് ജീനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ CL മാത്രം വരും. CL ഇവരെ മെർജ് ചെയ്യുമ്പോൾ DJK എന്ന് ഒരുമിച്ച് വരും. അങ്ങനെയാണ് ആ കേസ് വരുന്നത്. അങ്ങനെ ഇത്രയും കേസുകളാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഇന്റേണൽ നോഡാണെങ്കിൽ 3 കേസ് വരും. ഇന്റേണൽ നോഡാണെങ്കിൽ അതിന്റെ ഇൻ ഓർഡർ പ്രൊഡ്യൂസറിനെ ചെക്ക് ചെയ്യണം, അതിന് കൊടുക്കാൻ പറ്റുമോ നോക്കണം. കൊടുക്കാൻ പറ്റില്ല ഇൻ ഓർഡർ സക്സസറിനെ ചെക്ക് ചെയ്യണം, അതിന് കൊടുക്കാൻ പറ്റുമോ നോക്കണം. അതിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ ഓർഡർ പ്രൊഡ്യൂസറിനെയും കീനെയും സക്സസറിനെയും കൂടി മെർജ് ചെയ്യുക, എന്നിട്ട് കീനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ലീഫ് നോഡാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻ എന്താണ്? ലീഫ് നോഡാണെങ്കിൽ മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ഡിലീറ്റ് ചെയ്യുക. ഇനി മിനിമം നമ്പർ ഓഫ് കീസ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലീഫിന് ഇപ്പോഴും സിബ്ലിങ്ങിനെയാണ് നോക്കുക. ലീഫിന് ചൈൽഡ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ സിബ്ലിങ്ങിനെ നോക്കാം. ലെഫ്റ്റിലെ സിബ്ലിങ്ങിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോദിക്കുക, അത് ത്രൂ പാരന്റ് കൊടുക്കും. ഓക്കെ, ഇനി ലെഫ്റ്റിലെ സിബ്ലിങ്ങിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ റൈറ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കുക. റൈറ്റ് സിബ്ലിങ്ങിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ത്രൂ പാരന്റ് അത് കൊടുക്കും. അതിലെ ഏറ്റവും ലെഫ്റ്റിൽ വരുന്ന വാല്യൂനാണ് മിനിമം വാല്യൂനാണ് അത് കൊടുക്കുക. പാരന്റിന്റെ കീഴിൽ ഡിലീറ്റ് കീഴിലേക്ക് കൊടുക്കും. 2 പേർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? മെർജിങ് ആണ്. ഇവിടെ മെർജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളായിട്ട് സിബ്ലിംഗ് ആയിട്ടുള്ള മെർജിങ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാളായിട്ട് മെർജ് ചെയ്യാൻ പാടുള്ളൂ. ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇപ്പൊ ലെഫ്റ്റ് ആയിട്ടാണ് ചെയ്യുക മോസ്റ്റ്ലി. ലെഫ്റ്റ് ആയിട്ട് മെർജ് ചെയ്യുക. ലെഫ്റ്റ് സിബ്ലിംഗ്, ദെൻ merge the node either with the left sibling or right sibling plus parent key also gets merged. പാരന്റ് കീനും കൂടി അതിൻ്റെ ഒപ്പം മെർജ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ ഇൻസെർഷനിൽ പറഞ്ഞ പോലെ ഇൻസെർഷനിൽ ഗ്രോയിങ് ട്രീ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെയും ഒരു കേസ് വരുന്നുണ്ട്. ഒരു റൂട്ട് നോഡിൽ നിന്ന് താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു നോഡിനെ സെർച്ച് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മോളിൽ നിന്നാണ് നമ്മൾ ട്രാവേഴ്സിങ് തുടങ്ങുക. ഡിസെൻഡ് ചെയ്യാണ് ചെയ്യുക. മോളിൽ നിന്ന് താഴത്തേക്ക്, റൂട്ടിൽ നിന്ന് താഴത്തേക്കാണ് ചെയ്യുക. ആ സമയത്ത് ഡിസെൻഡ് ചെയ്ത് ഇപ്പൊ ഒരു കീ ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ G എന്ന് പറഞ്ഞ കീ, നെക്സ്റ്റ് ഒരു കീ എനിക്ക് D ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. D ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ താഴത്തേക്ക് വരാണ്. താഴത്തേക്ക് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നോഡില്, ഈ അലോങ് ദ വേയിൽ ഏതെങ്കിലും ഒരു നോഡിൽ മിനിമം നമ്പർ ഓഫ് കീസ് കണ്ടു കഴിഞ്ഞാൽ, നേരത്തെ എന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് കീസ് കണ്ടാലാണ് ഇൻസെർഷനിൽ പ്രശ്നം. ഇവിടെ മിനിമം നമ്പർ ഓഫ് കീസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ മിനിമം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം കണ്ടപ്പോൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ മിനിമം കാണുമ്പോൾ എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. കാരണം മിനിമം ട്രീസ് നമ്പർ ഓഫ് കീസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ലീഫ് നോഡിന്റെ അവസ്ഥ നമുക്ക് ഇപ്പൊ അറിയില്ല. ലീഫ് നോഡിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് അതിലും മിനിമം ആണെങ്കിൽ മോളിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പൊ കാസ്കേഡിങ് പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ മിനിമം ആണെങ്കിൽ ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ പാരന്റ് അങ്ങനെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് എലോങ് ദ പാത്ത് എപ്പോഴെങ്കിലും മിനിമം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. മെർജ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനെ സിബ്ലിങ്ങുമായിട്ട് മെർജ് ചെയ്യാം. ഓക്കെ, സിബ്ലിംഗ് ദെൻ പാരന്റ്, അങ്ങനെയാണ് മെർജിങ് എപ്പോഴും വരാം. ഓക്കെ, ലീഫിൽ നമ്മൾ മെർജ് ചെയ്യുന്ന അതേ അപ്രോച്ചാണ്. ലീഫിൽ എങ്ങനെയാണ്? സിബ്ലിങ്ങും ഏതെങ്കിലും ഒരു സിബ്ലിംഗ് ആയിട്ട്, ഇപ്പോൾ ഇവിടെ പാരന്റ് ഈ സിബ്ലിംഗ് ആണ്, റൈറ്റ് സിബ്ലിംഗ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മെർജ് ചെയ്യാം. മെർജ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ മെർജ് ചെയ്യുമ്പോൾ എന്താവും? CL-ഉം P-യും TX-ഉം കൂടി മെർജ് ചെയ്തു. 5 കീസാണ് വരുന്നത്. അത് കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ മെർജ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറയും. ഇവിടെ CL ഹൈറ്റ് കുറയും. ഇവിടുത്തെ ഒരു പൊസിഷൻ പോയി, അപ്പോൾ ഹൈറ്റ് കുറയും. അതിനെ പറയുന്നതാണ് ഷ്രിങ്കിങ്.
അപ്പോൾ ഡിലീഷനിൽ ഷ്രിങ്കിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അത്രയ്ക്കാണ് ഡിലീഷൻ്റെ പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ, ഡിലീഷനിൽ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇതാണ് ഇനീഷ്യൽ ട്രീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഗിനിങ് തുടങ്ങി നമുക്ക് ഓരോന്ന് ഏതൊക്കെ കേസാണ് ഇതിൽ ഡിലീഷൻ പറയുന്നത്, അപ്പോൾ ഏത് കേസാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. എപ്പോഴും ട്രാവേഴ്സിങ് കൊടുക്കേണ്ടത് എവിടെ നിന്നാണ്? ട്രാവേഴ്സിങ് കൊടുക്കുന്നത് എബോവ്, മോളിൽ നിന്നാണ് ട്രാവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഓരോന്നും ഇങ്ങനെ ഓരോ കേസുകളാണ്, ഓരോ ഡിലീഷനും ഓരോ കേസസ് ആണ്. ഇതിനകത്ത് കേസസ് ഇതിൽ നിന്ന് നോക്കാം, ഡിലീഷന്റെ കേസസ് ഞാൻ ഇതിലെ കൊടുത്തിരിക്കുന്ന കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കേസാണെന്ന് ഇതിൽ നിന്ന് നോക്കിയാൽ ഈ ഡോക്യുമെന്റിൽ നിന്ന് നോക്കിയാൽ മതി ഏത് കേസാണെന്ന്. ഇൻസെർഷൻ കഴിഞ്ഞ് ഡിലീഷന്റെ കേസുകൾ വരുന്നത് ആദ്യം ലീഫാണോ ഇന്റേണൽ ആണോ നോക്കാം, എന്നിട്ട് അതിൽ ഏത് കേസാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇനീഷ്യലി വരുന്ന ട്രീ ഇതാണ്. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഡിഗ്രി, അതായത് ടി ഈക്വൽ ടു 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക ഡിലീഷന് വേണ്ടിയിട്ട് T-1 കീസ് ആണ് വേണ്ടത്. മിനിമം നമ്പർ ഓഫ് കീസ് എന്ന് പറയുന്നത് മിനിമം T-1. അപ്പോൾ മിനിമം 2 കീസ് എങ്കിലും വേണം, എക്സെപ്റ്റ് റൂട്ടിന് 1 പോസിബിൾ ആണ്, റൂട്ടിന് മാത്രം 2 കീസ് എങ്കിലും. ബാക്കി എല്ലാ നോഡിനും മിനിമം T-1 വേണം, അതായത് 2 കീസ് വേണം. ഓക്കെ, ഇനി നമ്മളിവിടെ തുടങ്ങുക. ആദ്യം എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഇതാണ് ഇനീഷ്യൽ ട്രീ. എഫ് ഡിലീറ്റ് ചെയ്യുന്നു. എപ്പോഴും മോളിൽ നിന്ന് ട്രാവേഴ്സിങ് തുടങ്ങും. ടി then this node ഇതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെയാണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഇസ് എ ലീഫ് നോഡ്. ലീഫ് നോഡിൽ ഇത് ഏത് കേസാണ്? ലീഫ് നോഡ് ഹാസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ്. അപ്പോൾ സിംപ്ലി ഡിലീറ്റ് ചെയ്താൽ മതി. എഫ് സിംപ്ലി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഡിലീറ്റ് ചെയ്തിട്ടുള്ള വരച്ചിരിക്കുന്നത് ഡി എന്ന് മാത്രം വരുന്നത്. അതായത് ഇത് ഫസ്റ്റത്തെ ലീഫ് നോഡിലെ ഫസ്റ്റ് കേസാണ്. ദ ലീഫ് നോഡ് കണ്ടെയ്ൻസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീ, ജസ്റ്റ് ഡിലീറ്റ് ദ കീ. ഒരു പ്രശ്നമില്ല, മിനിമം നമ്പർ എപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, മോർ ദാൻ ആണെങ്കിൽ. ഇനി അടുത്തത് നോക്കാം, നെക്സ്റ്റ് ഡിലീഷൻ നോക്കാം. നെക്സ്റ്റ് ഡിലീഷനിൽ എന്താണ് വരുന്നത്? എഫ് ഡിലീറ്റഡ്. ഇനി ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് എമ്മിനെയാണ്. അതായത് ഈ ഫിഗറിൽ നിന്ന് എമ്മിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പം എം എവിടെയാണെന്ന് മോളിൽ നോക്കാം. അപ്പോൾ പോണ വഴിക്ക് മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ള നോഡ് കാണണമെങ്കിൽ മർജിങ് നടത്തണം. അപ്പോൾ എല്ലാത്തിനും 2 മിനിമത്തിലും കൂടുതലുണ്ട്. ഈ പോണ ആ റൂട്ടിൽ മിനിമം 3 ഉണ്ട്, കുഴപ്പമില്ല. എമ്മിന് ഇവിടെ നിന്നാണ് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, എമ്മിനെയാണ് എഫിന്റെ ഡിലീഷൻ കഴിഞ്ഞ് എമ്മിനെ ഡിലീറ്റ് ചെയ്യുക. എം എന്ത് നോഡാണ്? എം എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ നോഡാണ്, അല്ലേ? ഇപ്പം ഇന്റേണൽ നോഡിൽ നമുക്ക് 3 കേസ് വരുന്നുണ്ട്. ഇന്റേണൽ നോഡിൽ ചൈൽഡ് നോഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ചൈൽഡ് നോഡുകൾ അതിന്റെ നോക്കണം. ചൈൽഡ് നോഡിന് ഏതിനൊക്കെയാണ് നോക്കേണ്ടത്? ഇന്റേണൽ നോഡിന്റെ കേസ് എടുക്കുക. ഇതാണ് ഇന്റേണൽ നോഡ്. ഇന്റേണൽ നോഡിന് അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് ഇൻ ഓർഡർ പ്രെഡിസസറിനെ നോക്കണം. പ്രെഡിസസറിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇൻ ഓർഡർ സക്സസറിനെ നോക്കണം. രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പ്രെഡിസസറിനെയും ഈ കീനെയും സക്സസറിനെയും കൂടി കമ്പൈൻ ചെയ്യണം, മെർജ് ചെയ്യണം. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ഇൻ ഓർഡർ പ്രെഡിസസറിനെ നോക്കാം. ഓക്കെ, അപ്പോൾ എമ്മിന്റെ ഇൻ ഓർഡർ പ്രെഡിസസർ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ വരുന്ന ആളാരാണ്? JKL. അതിന് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. മിനിമം എന്ന് പറയുന്നത് 2 ആണ്, മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്ത് കൊടുക്കാൻ പറ്റും? ഇത് ചെയ്യേണ്ട എന്താണ്? റൈറ്റ് മോസ്റ്റിനെ ഇതിലെ മാക്സിമം വാല്യൂനെ ഇൻ ഓർഡർ പ്രെഡിസസറിനെയാണ് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് കേസ് തന്നെ വന്നു. അപ്പോൾ എന്ത് കൊടുത്തു? എൽ ഇങ്ങോട്ട് പോകും, എമ്മിനെ ഡിലീറ്റ് ചെയ്യും. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എൽ ഇവിടേക്ക് വന്നു, എം ഇതിൽ നിന്ന് ഡിലീറ്റഡ്. എല്ലിന് ഇങ്ങോട്ട് പോയി, എം ഇതിൽ നിന്ന് ഡിലീറ്റഡ് ആയി, അതിന് പകരം എല്ലിനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ എമ്മിന്റെ ഡിലീഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ജി. നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത് ജി ആണ്. ജിനെ എവിടെയാന്ന് നോക്കാം. മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നു. മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ജി എവിടെയാണ് കിടക്കുന്നത്? നോക്കാം, ജി നെക്സ്റ്റ് ജി എം ഡിലീറ്റഡ് കേസാണ് നമ്മൾ കഴിഞ്ഞ. അടുത്ത കേസിൽ നമുക്ക് ജീനെ ഡിലീറ്റ് ചെയ്യേണ്ടത് ഇതിൽ നിന്നാണ് ജീനെ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജീനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ജി, ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഇന്റേണൽ നോഡാണ്. ഇന്റേണൽ നോഡാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റേണൽ നോഡാണെങ്കിൽ അതിന് ചൈൽഡ് നോഡ്സ് ഉണ്ടായിരിക്കും, പ്രെഡിസസറും ഉണ്ട്, സക്സസറും ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രെഡിസസറിന് കൊടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കും. പ്രെഡിസസറിന് കൊടുക്കാൻ പറ്റില്ല, അതിന് മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളൂ. അതിൻ്റെ പോയി കഴിഞ്ഞാൽ അതിന് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് പറ്റില്ല. അപ്പൊ ആര് നോക്കാം? സക്സസറിനെ നോക്കാം. സക്സസറിനും കൊടുക്കാൻ പറ്റില്ല, അതിന് മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളൂ. ഇങ്ങനത്തെ കേസ് വന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രെഡിസസർ, സക്സസർ,
പ്രെഡിസിസർ, സക്സസർ, കീ 3 പേരും കൂടി മെർജ് ചെയ്തിട്ട് കീനെ ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഈ വരുന്ന ഓപ്ഷനാണ് ഈ വരുന്ന ഓപ്ഷൻ. ഇൻ ഓർഡർ പ്രെഡിസിസർ ആൻഡ് സക്സസർ കണ്ടെയ്ൻസ് മിനിമം നമ്പർ ഓഫ് കീസ്. ഇന്റേണൽ നോഡാണത്. ലീഫ് നോഡിനാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ മെർജ് 3 പേരും കൂടി മെർജ് ചെയ്യണം. ഇൻ ഓർഡർ പ്രെഡിസിസർ, കീ ആൻഡ് ഇൻ ഓർഡർ സക്സസർ. ഇവർ 3 പേരും മെർജ് ചെയ്തതിന് ശേഷം കീനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിനെ മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സി എല്ലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെ 3 പേരും മെർജ് ചെയ്യുമ്പോൾ ഡി ഇ ജി ജെ ജെ കെ എന്ന് വരും. ഡി ഇ ജി ജെ കെ മെർജ് ചെയ്തു. എന്നിട്ട് ജീനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്തത്. മെർജ് ചെയ്തതിനു ശേഷം അതിനെ ഡിലീറ്റ് ചെയ്തു. മുകളില് സി എല്ല് മാത്രവും ഇവിടെ ഡി ഇ ജെ കെ എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രീ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ആ കേസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഡിലീറ്റ് ചെയ്യേണ്ടത് ഏതാ? ഈ കിട്ടിയിരിക്കുന്ന ട്രീ എന്നാണ് നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏത് കേസാന്ന് നോക്കാം, അതനുസരിച്ച് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാത്തേ. സിമ്പിൾ ആണ് ഇത്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇനി അടുത്ത ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അടുത്ത ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഡീനെയാണ്. ഓക്കെ, ഡി. ഈ ഫിഗറിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പുറത്ത് വരച്ചിരിക്കുന്നത്. ഡീനെ നമുക്ക് ഇവിടുന്ന് ഈ ഫിഗറിൽ നിന്ന് ഡീനെ ഡിലീറ്റ് ചെയ്യും. ഡി ഇവിടെയാണ് എടുക്കുന്നത് ലീഫിലേക്ക്. മോളിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ട്രാവേഴ്സിങ് തുടങ്ങുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ട്. ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്താണ്, ഒരു നോഡ് കിട്ടി. ഡിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ വഴിയിലുള്ള ഒരു നോഡാണത്. ഈ നോഡിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ മിനിമം നമ്പർ ഓഫ് കീസേ ഉള്ളൂ. അപ്പൊ പിന്നീട് ഇതിന്ന് ലീഫിന് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ട വന്നാൽ പ്രശ്നമാവും. കാസ്കേഡ് ചെയ്ത് പോകേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കീസ് ഇൻസെർഷനിൽ കണ്ടപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ ഡിലീഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. മിനിമം നമ്പർ ഓഫ് കീസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മെർജിങ് നടത്തണം. മെർജ് ചെയ്യേണ്ടത് എപ്പോഴും ആരായിട്ടാണ്? അതേ ലെവലിലുള്ള ആളായിട്ട് മെർജ് ചെയ്യണം. മെർജ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ സിബ്ലിങ്ങുമായിട്ടാണ് മെർജ് ചെയ്യുന്നത്. ടി എക്സ് ആണ് ഇതിന്റെ സിബ്ലിങ്. മെർജ് ചെയ്യുമ്പോൾ ഇവർ റൂട്ടും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ നോഡിനെയും റൈറ്റ് സിബ്ലിങ്ങിനെ എടുത്തു, ഈ റൂട്ടിനെ ഇൻക്ലൂഡ്, 3 പേരും കൂടി മെർജ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നാവും. സി എൽ പി ടി എക്സ് ആവും. ഓക്കെ, പിന്നെ സിയുടെ പുറത്ത് വരുന്നത് ബാക്കിയുള്ള ഇതിന്റെ ചൈൽഡ് നോട്ട്സിനൊക്കെ എവിടെയാണ് വരുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട വന്നത്? അലോങ് ദ വേ ഒരു നോഡിന് മിനിമം നമ്പർ ഓഫ് കീസ് ആണുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട വന്നു. മെർജ് ചെയ്യണം. ഇപ്പൊ സി എൽ പി ടി എക്സ് പറഞ്ഞിട്ട് ഇവിടെ മെർജ് ചെയ്തു. ഇപ്പൊ എന്ത് പറ്റി? റൂട്ട് താഴത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ റൂട്ട് താഴത്തേക്ക് പോണ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഷ്രിങ്കിങ് ദ ട്രീ. ഹൈറ്റ് ഒന്ന് കുറഞ്ഞപ്പോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീനെ ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഡി ലീഫ് നോഡിലാണ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളതുകൊണ്ട് ഡീനെ ഡിലീറ്റ് ചെയ്യാം. വരുന്ന വഴിക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡീനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ ജെ കെ. ബാക്കിയുള്ള നോട്ട്സ് ഒക്കെ അതുപോലെ തന്നെ എഴുതി. ട്രീ ഷ്രിങ്സ് ഇൻ ഹൈറ്റ്. ട്രീ ഷ്രിങ്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബീനെ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അഗെയിൻ മോളിൽ നോക്കാം. ഇവിടെ മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ള നോഡ് എല്ലാം പാത്തുണ്ടെങ്കിലാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ഇവിടെ ലീഫ് നോഡിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ബി ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. ലീഫ് നോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ആണെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ്. ഇത് അങ്ങനെയല്ല, ലെസ് ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ളൂ. ബി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ലെഫ്റ്റ് സിബ്ലിംഗ് ഇല്ല, അപ്പൊ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ റൈറ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കാൻ പറ്റുമോ? റൈറ്റ് സിബ്ലിങ്ങിന് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. അപ്പൊ റൈറ്റ് സിബ്ലിങ്ങിനോട് ചോദിക്കാം. അപ്പൊ റൈറ്റ് സിബ്ലിങ് കൊടുക്കും. ഈ ജെ കെ എന്ന് പറയുമ്പോൾ 3 കൊടുക്കുന്നത് എങ്ങനെയാണ്? ത്രൂ പാരന്റ് ആണ് റൈറ്റ് സിബ്ലിങ്ങിന് കൊടുക്കാൻ പറ്റും. റൈറ്റ് സിബ്ലിങ്ങിന്റെ കീനെ പാരന്റിന് കൊടുക്കും. ഈനെ പാരന്റിന് കൊടുത്തു. പാരന്റ് അതിന്റെ കീനെ ഇങ്ങോട്ട് കൊടുക്കും, സിക്ക് കൊടുക്കും. സീനെ ഇപ്പുറത്തേക്ക് കൊടുക്കും. അങ്ങനെ എ സി ഈ റൈറ്റ് സിബ്ലിങ്ങിന്റെ ഇത് ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഡിലീഷൻ ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇൻസെർഷനും ഡിലീഷനും എക്സാമിന് ചോദിക്കുന്ന പോലത്തെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ അതാണിത്. കൺസ്ട്രക്ട് എ ബി ട്രീ ഓഫ് മിനിമം ഡിഗ്രി 3 by inserting the elements in the order given. ഇൻസെർഷനും പറഞ്ഞിട്ടുണ്ട്, ഡിലീഷനും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടും കൂടി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഡിഗ്രി തന്നിട്ടുണ്ടായിരിക്കും. ഡിഗ്രി എത്രയാണ് പറയുന്നത്? ഇവിടെ 3 എന്നാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിഗ്രിക്ക് പകരം ഓർഡർ എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമാണ്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ടി ആണ്. ഡിഗ്രി മീൻസ് ടി. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ് ഉദ്ദേശിക്കുന്നത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2T ആണ് എം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എം തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? ടി കണ്ടുപിടിക്കാനായിട്ട് സീലിംഗ് വാല്യൂ ഓഫ് m/2 ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ടി കണ്ടുപിടിക്കും. ഓക്കെ, ടി കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് മാത്രം. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? വിത്ത് മിനിമം ഡിഗ്രി 3 എന്ന് പറഞ്ഞാൽ ടി നമുക്ക് 3 ആണ് തന്നിട്ടുണ്ട്. T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് കീസ്.
എത്രയാണ്? ടി മൈനസ് 1 വിച്ച് ഈസ് 3 മൈനസ് 1 2. 2 ആണ് മിനിമം. ഇത് മിനിമം മാക്സിമം ആദ്യം കണ്ടുവയ്ക്കാം. മാക്സിമം നമ്പർ ഓഫ് കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 2t മൈനസ് 1. ടി ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 2 into 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. മിനിമം 2 കീ. 2 കീ എങ്കിലും വേണം എക്സെപ്റ്റ് റൂട്ട്. റൂട്ടിന് 1 ആവാം. മാക്സിമം എത്ര വേണം? 5 കീസ് ആണ് മാക്സിമം പാടുള്ളൂ. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇൻസെർഷനിൽ നോക്കുമ്പോൾ നമ്മൾ മാക്സിമത്തിന് നോക്കണം, ഡിലീഷനിൽ നോക്കുമ്പോൾ എന്തിനു നോക്കണം? മിനിമത്തിന് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിവിടെ ഇതിന്റെ ചെയ്യുമ്പോൾ ഓരോ നോഡിനായിട്ട് ഇൻസെർട്ട് ചെയ്ത് തുടങ്ങും. ഏതൊക്കെ ഓർഡറിലാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്? എഫ് ആദ്യം വേണം, പിന്നെ ക്യൂ, പി, അങ്ങനെ ഇൻസെർട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഓരോന്നും ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് ഇൻസെർട്ട് ചെയ്യുന്നത്? ഇവിടെ ഇനീഷ്യലി നില്ലായിരിക്കും. ഈ കാര്യങ്ങൾ എഴുതാം. മിനിമം ഡിഗ്രി 3 ആണ്. അപ്പോൾ മാക്സിമം നോഡ്സ് എന്ന് പറയുന്നത് 5 ആണ്. മാക്സിമം കീസ് എന്ന് പറയുന്നത് 5 ആണ്. മിനിമം കീസ് 2 ആണ്. ഓക്കെ, ഇത് ഇനീഷ്യലി നില്ലായിരുന്നു. ആദ്യം തന്നെ എഫിനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എഫിനെ എഴുതി, റൂട്ടായിട്ട് എഴുതി, വേറെ ഒന്നുമില്ല, അതുകൊണ്ട് എഫിനെ എഴുതി. പിന്നെ അടുത്തത് ഏതാണ്? ക്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്, എഫും ക്യൂവും. പിന്നെ ഇൻസെർട്ട് ഇൻസെർട്ട് പി. ഇപ്പൊ ഇതിന്റെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? അസെൻഡിങ് ഓർഡറിലായിരിക്കണം ഇതിനെ എഴുതേണ്ടത്. ഓരോന്നിലും കീയിലും അസെൻഡിങ് ഓർഡറിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എഫ് പി ക്യൂ. പിന്നെ കെ എന്ന് പറയുമ്പോൾ പിന്നേലും മുമ്പാണ്, എഫ് കെ പി ക്യൂ. പിന്നെ ഇൻസെർട്ട് എ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഓർഡർ നോക്കാം. ഇൻസെർട്ട് എ ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, എ. അപ്പൊ നെക്സ്റ്റ് എനെ ഇൻസെർട്ട് ചെയ്തു. എ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എനെ ഏറ്റവും ആദ്യമായിരിക്കും വരാം. പിന്നെ അത് കഴിഞ്ഞ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഏതാണ് പറയുന്നത്? എ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് എൽ ആണ്. അപ്പോൾ ഇൻസെർട്ട് എൽ പറയുമ്പോൾ ഇവിടെ നോക്കാം. ഇൻസെർട്ട് എൽ വരുമ്പോൾ ഇവിടെ മാക്സിമം എന്തായി? 5 ആയി. ഇനി 5ൽ കൂടുതൽ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിപ്പോ ഒരു റൂട്ട് ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഇതൊരു ചൈൽഡ് ഒന്നും ഇല്ലാത്ത നോഡാണ്. അപ്പോൾ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മീഡിയൻ എലമെന്റ് മുകളിലേക്ക് പാരന്റിന്റെ അടുത്തേക്ക് പോകും. പാരന്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഒറ്റയ്ക്ക് നിൽക്കും. ബാക്കിയുള്ളത് രണ്ടും ഇതായിട്ടിരിക്കും. ഇപ്പൊ ഇവിടെ കെ എന്നുള്ളത് മുകളിലേക്ക് വന്നു, എ എഫ് ലെഫ്റ്റും, പിന്നെ റൈറ്റിൽ പി ക്യൂവും വരും. ഇപ്പൊ എല്ലിനെ എവിടേക്കാണ് ഇൻസെർട്ട് ചെയ്യാം? എല്ലിനെ റൈറ്റിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. കെയിലും വലുതാണ്, അപ്പൊ എൽ പി ക്യൂ ഇങ്ങനെ കൊടുക്കും. ഇനി അടുത്ത ഇൻസെർട്ട് ആറിനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ആറിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാ? മുകളിൽ നോക്കി നോക്കുക. കെ ഇൻസെർഷൻ എപ്പോഴും ലീഫിലാണല്ലോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കെയില് ഇവിടെ കെയുടെ റൈറ്റ് സൈഡിലാണ് 6 വരുന്നത്. പി ക്യൂ കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. അപ്പൊ ഇവിടെ ഇൻസെർട്ട് ചെയ്യും, എൽ പി ക്യൂ ആണ്. ഇനി അടുത്ത് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് എം ആണ്. എമ്മിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? എമ്മിനെ കെ എൽ എം. കെയിലും വലുതാണ്, അപ്പൊ എമ്മിനെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇൻസെർട്ട് ചെയ്യാം. എല്ലാം പി ക്യൂ ആർ. ഓർഡർ സോർട്ടഡ് ഓർഡറിലാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിൽ ഓരോന്നും സോർട്ടഡ് ഓർഡറിലാണ് ഓരോ നോഡിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് എൻ ആണ്. എന്നിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നോക്കാം, നമ്മളിവിടെ കെ ഈ നോഡിൽ ഇതിൽ എന്നിനെ ഇൻസെർട്ട് ചെയ്യാൻ പോകുമ്പോൾ കെയിലും എൽ ജെ കെ എൽ എം എം എൻ റൈറ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. റൈറ്റ് സൈഡിൽ ഇവിടെ ഓൾറെഡി 5 ആയി. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ആരെയാണ്? ഇനി ഇൻസെർട്ട് ചെയ്യാൻ നോക്കുന്ന ആരെയാണ്? എന്നിനെയാണ് ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിനെ ഇവിടെ ഇൻസെർട്ട് ചെയ്യാനായിട്ട് ഇത് ഫുള്ളാവുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഇൻസെർട്ട് ചെയ്യാൻ പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ മീഡിയനെ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. മീഡിയനോട് പാരന്റിലേക്ക് പോകും. പാരന്റിൽ ഇപ്പോൾ സ്ഥലമുണ്ട്, പാരന്റിൽ ഒരു കീ ആയിട്ടുള്ള സ്ഥലമുണ്ട്, മാക്സിമം 5 കീ വരെ പറ്റും. പാരന്റിലേക്ക് ഈ പീനെ കൊടുത്തു, പിന്നെ എൽ എമ്മും ക്യു ആറും അങ്ങനെ വരും. അപ്പൊ പിയുടെ ലെഫ്റ്റ് സൈഡിലെ എൽ എമ്മും പിന്നെ എൻ പിയുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരാം, ക്യു ആർ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇനി അടുത്തത് എക്സ് വൈ ആണ്. എക്സ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് മോളിൽ നോക്കി നോക്കുക. എക്സ് എവിടെയായിരിക്കും ഇൻസെർട്ട് ചെയ്യാൻ പറ്റുക? കെനേലും ഗ്രേറ്റർ ആണ്, പീനേലും ഗ്രേറ്റർ ആണ് എക്സ്. അപ്പൊ എക്സിനെ നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യാം. എക്സിനെ ഇവിടെ ആയിട്ട് ഇൻസെർട്ട് ചെയ്യാം. ദെൻ വൈ ഇതിനെ ഒരുമിച്ച് എടുക്കും, കാരണം വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വൈനെ എവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് വരുന്ന വൈ ആണ്. വൈനെ എക്സ് കഴിഞ്ഞിട്ട് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. 4 എണ്ണമായിട്ടുള്ളൂ. ഇനി അടുത്തത് ഇൻസെർട്ട് ചെയ്യേണ്ടത് എന്താണ്? എക്സും വൈയും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡി സെഡ് ഇ അതൊക്കെയാണ്. അപ്പൊ ഡീനെ നോക്കാം. നെക്സ്റ്റ് ഡി ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ഡീനെ എവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും? ഇതിൽ
ഡി എന്ന് പറയുമ്പോൾ കെനയിൽ ചെറുതാണ്, പി ഇതിലായിരിക്കും ഇൻസെർട്ട് ചെയ്യുക. അപ്പൊ എ ഡി എഫ് അതിന് സോർട്ടഡ് ഓർഡറിൽ ഇൻസെർട്ട് ചെയ്യും. ഈ സെഡിനെ എവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും? റൈറ്റ് സൈഡിൽ. പിയുടെ റൈറ്റ് സൈഡിലാണ് സെഡ് വരെ. മോളിൽ നോക്കണം എപ്പോഴും. അപ്പൊ സെഡിനെ വൈ കഴിഞ്ഞിട്ട് ഇൻസെർട്ട് ചെയ്യാം. 5 വരെ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് ഇ ഉണ്ട്, എച്ച് ഉണ്ട്. ഇനെ എവിടെയെങ്കിലും ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഇനെ ഇതിൽ ഇൻസെർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഈ എഫിന് മുമ്പായിട്ട് ഇൻസെർട്ട് ചെയ്യാം. ലീഫ് നോഡിൽ ഇനെ ഇൻസെർട്ട് ചെയ്യാം. പിന്നെ എച്ച് എന്ന് പറയുമ്പോൾ ഏതാണ്? കെ, എച്ച് ഐ ജെ കെ. ഇ കഴിഞ്ഞിട്ട് എച്ച് അല്ലേ നെക്സ്റ്റ് വരുന്നത്? എച്ച് കെക്ക് മുമ്പാണ്. എച്ച് ഐ ജെ കെ എന്ന് പറയുമ്പോൾ എച്ച് മുമ്പാണ്. അപ്പൊ എച്ചിനെയും ഈ നോഡിലായിട്ട് ഇൻസെർട്ട് ചെയ്യും. ഇനെയും എച്ചിനെയും ഇവിടെ ഇൻസെർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ടി ആണ്. ടി നോക്കാം. ടീനെ പി കഴിഞ്ഞിട്ടാണ്. പി ക്യു ആർ എസ് ടി. ടീനെ ഈ നോഡിലാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ടീനെ ഈ നോഡിൽ ഇൻസെർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എഗെയിൻ നോക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 5 ആയി. പി കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. റൈറ്റ് സൈഡിലാണ്. ഓൾറെഡി 5 ആയി കഴിയുമ്പോൾ നമുക്ക് ഇനി ഫുള്ളാകുമ്പോൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പുതിയ ആൾ വരുമ്പോൾ ഇത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മീഡിയൻ എലമെന്റിനെ പാരന്റിന് കൊടുക്കുക. അപ്പൊ എക്സിനെ പാരന്റിന് കൊടുക്കുക. എക്സിനെ അപ്പൊ ഇവിടേക്ക് കൊടുക്കുക. പിന്നെ ഒരു സൈഡിലേക്ക് എക്സിന്റെ ക്യു ആർ വരും, മറ്റേ സൈഡിൽ എന്ത് വരും? വൈ സെഡ് വരും. അതിൽ ടീനെ എവിടെ കൊടുക്കാൻ പറ്റും? എക്സിന് മുമ്പുള്ള ഈ ക്യു ആറിന്റെ ഒപ്പം കൊടുക്കാൻ പറ്റും ടീ. അപ്പൊ അതാണ് ഇവിടെ കൊടുക്കുന്നത്, ക്യു ആർ ടി വൈ സെഡ്. ഇങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്ത് ഇൻസെർട്ട് ചെയ്യാൻ പറയുന്നത് വിയും ഡബ്ല്യു ആണ്. വിനെ എവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്നു? കെനേലും ഗ്രേറ്റർ ആണ്, പിനേലും ഗ്രേറ്റർ ആണ്. ക്യു ആർ എസ് ടി യു വി എക്സിനേലും ചെറുതാണ്. അപ്പൊ പിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇതിലാണ് വിനെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ടി യു വി ഇവിടെ ഇൻസെർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഈ ഡബ്ല്യുവിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. വി കഴിഞ്ഞിട്ട് ഇവിടെ ഡബ്ല്യുവിനെ ഇൻസെർട്ട് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്യു ആർ ടി വി ഡബ്ല്യു. ഓക്കെ. ഇനി സിനെയാണ് അടുത്ത് ഇൻസെർട്ട് ചെയ്യാൻ വരുന്നത്. ഇൻസെർട്ട് സി. സീനെ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും നോക്കുക. സി ഈനേലും ചെറുതാണ്. അപ്പോൾ ഈനേലും ചെറുതാകുമ്പോൾ സീനെ ഈ ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയാണ് സീനെ ഇൻസെർട്ട് ചെയ്യുന്നത് അല്ലേ? ഈ സൈഡിലാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഫുള്ളാണ്. അപ്പൊ എഗെയിൻ ഫുള്ളാകുമ്പോൾ എന്ത് ചെയ്യണം? മിഡിൽ എലമെന്റ് ഗോസ് അപ്പ്. അപ്പോൾ ഈ മീഡിയൻ എലമെന്റിനെ ഇതിന് കൊടുത്തു, പാരന്റിന് കൊടുത്തു, ഇക്ക് കൊടുത്തു. അതിനെ അതിൻ്റെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഈയുടെ ലെഫ്റ്റിൽ ആര് വരും? എ ഡി വരും. എ ഡിയും പിന്നെ സിയും ഈയുടെ ലെഫ്റ്റ് സൈഡിൽ എ സി ഡി എന്ന് പറഞ്ഞ ഓർഡറിൽ കൊടുക്കുക. ഈയുടെ റൈറ്റ് സൈഡിൽ എഫ് എച്ച് വരും. അപ്പൊ അങ്ങനെ ഇനി ഇത്രയൊക്കെയാണ് ഇൻസെർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എല്ലാം നമ്മൾ ഇൻസെർട്ട് ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് വരച്ച് പോയാൽ മതി. ഓരോന്ന് ഇൻസെർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇൻസെർട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി അവിടെ എഴുതാം. പിന്നെ വരുന്നത് ഡിലീഷൻ ആണ്. ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? ഡിലീഷൻ നമ്മൾ ഡിലീഷന്റെ റൂൾസ് ഉപയോഗിക്കാം. ഏതിനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എ പി ക്യു ആർ ടി ഇതിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ആദ്യം എനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലീഫ് നോഡാണോ ഇന്റേണൽ നോഡാണോ നോക്കിയിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ. ഡിലീറ്റ് എ എന്തിനോടാണ് ഇവിടെ നോക്കി അറിയാം? എ ഇസ് എ ലീഫ് നോഡ് വിച്ച് ഇസ് മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. മിനിമം നമ്പർ 2 ആണ്, അതിനും കൂടുതൽ. സിംപ്ലി ഡിലീറ്റ്. ഇപ്പോൾ എനെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ഇങ്ങനെ കിട്ടി. സി ഡി ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഇനി അടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടത് പീനെയാണ്. ഇതിന് പീനെ ആദ്യം എന്തിനോടാണ്? പി നോക്കാം. പി ഇന്റേണൽ നോഡാണ്, റൂട്ടും ആണ്. അതുപോലെ ലീഫ് നോഡല്ല. ലീഫ് നോഡ് അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം? അതിന്റെ പ്രെഡിസസറിനെ ലെഫ്റ്റിലത്തെ ചൈൽഡിനെ നോക്കണം, റൈറ്റ് ചൈൽഡിനെ നോക്കാം. ആദ്യം ലെഫ്റ്റ് ചൈൽഡിനെ നോക്കാം. ലെഫ്റ്റ് ചൈൽഡിന് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ലെഫ്റ്റ് ചൈൽഡിന് എന്താണ്? മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഈ എൻ വാല്യൂ, അതിന്റെ ഈ റൈറ്റ് മോസ്റ്റിൽ വരുന്ന വാല്യൂവിനെ പി ഡിലീറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എൽ എമ്മും ഇവിടെ എൻ വന്നു. പിനെ ഡിലീറ്റ് ചെയ്തു. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ക്യൂ ആണ്. ഡിലീറ്റ് ക്യൂ എവിടെയാണ്? ലീഫ് നോഡിലാണ് കിടക്കുന്നത്. ലീഫ് നോഡിൽ എടുക്കുമ്പോൾ ക്യൂവിന്റെ പ്രത്യേകത എന്താണ്? മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉള്ള ഒരു ലീഫ് നോഡാണ്. സിംപ്ലി ഡിലീറ്റ് ക്യൂവിനെ ഡിലീറ്റ് ചെയ്ത് എഴുതി. ഇനി ഡിലീറ്റ് ആർ, പിന്നെ ടി. ആറിനെ ഡിലീറ്റ് ചെയ്യണം. ആർ എവിടെയാന്ന് നോക്കൂ. ആർ ഇതാണ്. ആറും എന്തിലാണ് കിടക്കുന്നത്? ലീഫ് നോഡാണ്. സിംപ്ലി ഡിലീറ്റ് ചെയ്യാം. മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീ ഉണ്ട്. അതുപോലെ ടിയും ലീഫ് നോഡാണ്. മോർ ദാൻ മിനിമം നമ്പർ ഓഫ് കീസ് ഉണ്ട്. ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇല്ല, ഇതൊക്കെയാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ബി ട്രീ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇൻസെർഷനും ഡിലീഷനും ഓഫ് ബി ട്രീ.